പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിപ്രഭാവമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. ഒരു കാലത്ത് സഭയെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ വീട് തോറും കയറി ഇറങ്ങി പുരുഷന്മാരെ സ്ത്രീകളെ വലിച്ചഴിച്ച് ഉപദ്രവിച്ചു പോകുന്ന, സഭയെ മുടിച്ചു പോകുന്ന ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ തൊട്ട് അടുത്ത അധ്യായം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവിക ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വലിയൊരു വെളിച്ചം തൻ്റെ കണ്ണിൽ പതിക്കുകയും തന്നോട് ദൈവം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താൻ അതനുഭവിച്ച് മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ അയക്കുകയും നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായിരിക്കുന്ന ശൗലിനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവജനത്തിൽ നമ്മൾ പഠിക്കുന്നു. ഒരു ഘട്ടത്തിൽ ദൈവജനത്തെ മുടിച്ച, ദൈവജനത്തിന് വേണ്ടി ഉപദ്രവം ഉണ്ടാക്കിയ വ്യക്തിയെ അടുത്ത അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആർക്കൊക്കെയോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന നടത്തേണ്ട, ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നാം ഒന്ന് കാത്തിരിക്കുക. ദൈവം ശൗലിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ ദൈവം ചിലരെ അവരുടെ സ്വഭാവത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഒരു ക്രമീകരണമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ ആരോ എവിടെയോ ഇരുന്ന് തന്നെ ശ്രമിക്കും. ഇന്ന് രാത്രിയിൽ ആ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. എൻ്റെ ജീവിതം ഇനി മുൻപോട്ട് എങ്ങനെ ഞാൻ നയിക്കും, എനിക്ക് മുൻപോട്ട് എങ്ങനെ പോകാൻ കഴിയും, ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കുവാൻ കഴിയത്തില്ല, ജീവിതത്തിൽ അത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സ് നിങ്ങളോട് തുറന്നു പറയുന്നുണ്ട്. ഇന്ന് രാത്രി മനസ്സിനെ മാറ്റിമറിക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദൂത് ഉപകാരമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ഒരു ശൗലിനെ പിന്നത്തേതിൽ സഭ പണിയുവാൻ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും അധികം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, അനേക സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് രാത്രി എന്നെക്കൊണ്ട് ഇനിയും കഴിയില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എല്ലാവരാലും ഞാൻ വെറുക്കപ്പെട്ടവനാണ്, എല്ലാവരിലും ഞാൻ തഴയപ്പെട്ടവനാണെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. ജീവിതത്തിൻ്റെ അവസാനം ലോകമല്ല തീരുമാനിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പറഞ്ഞു. ഗോഡ് ബ്ലെസ്.